നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിയർ സ്റ്റുഡൻസ്, നമ്മളിങ്ങനെ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കാരണം നേരത്തെ ഞാൻ 2 ക്വസ്റ്റ്യൻസ് ഇട്ടിരുന്നു അല്ലേ, ഇപ്പോൾ ഹിസ്റ്ററിയുടെ തന്നെ. അപ്പോൾ ഇത് 3ാമത്തെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ 2 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ 10 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. മിക്ക വിദ്യാർത്ഥികളുടെയും പ്രശ്നം എന്തോന്നാണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആയത് കാരണം അതെന്ത് ചെയ്യാൻ കഴിയുന്നില്ല, മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വായിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ സമയം അതിന് വേണ്ടിയിട്ട് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കിട്ടുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ കൂടി ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ മിക്കവാറും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 2-3 എണ്ണം നമ്മൾ അതിൻ്റെ ആൻസർ ഉൾപ്പെടെ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റും നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നോക്കിയാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് മനസ്സിലാക്കുക. എങ്ങനെയാണ് നമുക്കപ്പോൾ എക്സാമിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പ് കൂടിയാണല്ലേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെന്താണ്, നിങ്ങൾക്ക് ഹിസ്റ്ററി എക്സാം വരുന്ന 28-ാം തീയതിയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എങ്ങനെ എഴുതണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ കൂടി നന്നായിട്ട് മനസ്സിലാക്കുക. ഇത് മാത്രമല്ല, നമ്മൾ ഹിസ്റ്ററി കഴിഞ്ഞിട്ട് സോഷ്യോളജി ആയാലും പൊളിറ്റിക്കൽ സയൻസ് ആയാലും ബിസിനസ് സ്റ്റഡീസിൻ്റെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഹിസ്റ്ററി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ വിചാരിക്കുകയാണ് മലയാളം നമ്മൾ എങ്ങനെയാണ് ഓരോ ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക, നിങ്ങൾക്ക് വേണം മലയാളം ക്ലാസ് വേണമെന്നുള്ളവർ അറിയിക്കുക. നോക്കട്ടെ, എല്ലാവർക്കും ആവശ്യമാണെങ്കിൽ മാത്രം മലയാളത്തിൻ്റെ ഓരോ ചാപ്റ്ററിൽ നിന്നും എന്താണ് അതിൻ്റെ കണ്ടൻ്റ് എന്നും അത് എഴുതിയിരിക്കുന്നത് ആരാണെന്നും അങ്ങനെ കുറച്ച് ആശയം പറഞ്ഞു തന്നിട്ട് അതിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞു തരാനായിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രതികരണം എന്ന് നോക്കട്ടെ, നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം.